5 മാസം 1 വർഷം മറന്നു പോയാവോ ഗണേഷ് ചതുർത്ഥിയുടെ മൃഗങ്ങളെ ആരാധിക്കണ ഫെസ്റ്റിവൽ വന്നപ്പോൾ ഒരു വൃത്തികെട്ട ഏതോ സൂര്യഭഗവാനും കോണത്തെ ഭഗവാന്റെയും ഡേറ്റ് ഇട്ടിട്ട് അതിൽ ക്രിസ്മസ് ആഘോഷിക്കാമെന്ന്. വിവരമില്ലാത്തവരാണ്. ആ സിജോ എന്ന് പറഞ്ഞാൽ വിഡ്ഢിയുടെ പോലെ മുംബൈയിൽ ഒരു വിഡ്ഢി വന്നിട്ടുണ്ട്. സംസാരിക്കാറിയില്ല തന്നെ. മൂട്ടിൽ നിന്ന് വിടാറിയാം. സ്വന്തം വിഡ്ഢിക്കിടാങ്ങൾക്ക് വിഡ്ഢിത്തം പറഞ്ഞു കൊടുക്കും, ബോധ്യ കൊടുക്കും മൂട്ടിൽ നിന്ന് വിടാനായിട്ട്. മൂട്ടിൽ നിന്ന് മര്യാദക്ക് തൂറാമ ഓടാന്ന് പറയണം അവരോട്. ഇത് ദേഷ്യപ്പെട്ട് കൊണ്ടിട്ട് പറയുന്നതല്ല, മനസ്സിലാവണ്ട. ഞാനും കോനയും മുട്ടിയൊന്നും പറയില്ല. എപ്പോഴും പറഞ്ഞ് കേട്ടണ്ട നീ. അവരൊടിഞ്ഞ് നടക്കണവർ തല പൊന്നിച്ചൊന്ന് പറയാൻ കൂടി അറിയില്ല. ഗ്ലീഷോടെ നമ്പർ അനുസരിച്ച് കുമ്മുട്ടിയുടെ പോലത്തെയുള്ള നമ്പർ അനുസരിച്ച് 10 പറഞ്ഞു, 51 എല്ലാം. പക്ഷേ അതിൻ്റെ ഇടയിൽ 31 ഇടയ്ക്ക്. പക്ഷേ ആ വെഡിക്ക് മനസ്സിലാവേണ്ട സിജോയുടെ ബ്രദർ കാലോടിഞ്ഞ് ബെറ്റർ സ്റ്റേറ്റ് കിടന്നാൽ പിന്നെ ഇങ്ങനെ മനസ്സിലാവാനാണ്. നിങ്ങളുടെയൊക്കെ ആൻറ്റി ക്രൈസ്റ്റ് എത്രത്തോളം ഉണ്ടാവും? നീയൊക്കെ ഇതുപോലെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന യേശുവിനെ ഒളിഞ്ഞു നോക്കിയിരുന്നോ? കളഞ്ഞ നോക്കി രക്ഷപ്പെടുമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഒരു സമയം വരട്ടെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുന്ന പറഞ്ഞത്. നിൻ്റെ പോലത്തെ വിഡ്ഢി ഉണ്ടല്ലോ, എന്നിട്ട് പറഞ്ഞേ നിൻ്റെ പോലത്തെ വെഡ്ഡി ക്യാമറ, നിൻ്റെ പോലത്തെ വെഡ്ഡികളൊക്കെ ആവശ്യമില്ല. വെഡ്ഡി ക്യാമറ കൊണ്ട് നോക്കി വെച്ചാൽ അപ്പോൾ വലിയ തെറ്റാന്ന് നന്നായിട്ട് എഴുതിച്ചിട്ടുണ്ട് ബൈബിളിൽ. നീ എഴുതി വെച്ച് നോക്കിയേ. ഈ സ്പൈയിങ് ഓൺ സമ്മൺ എ ഗ്രേവ് മിസ്റ്റേക്ക് എന്ന് ചിന്തിച്ച് വായിച്ച് നോക്കിയേ. അപ്പോൾ മനസ്സിലാവും സ്പൈയിങ് ഓൺ സമ്മൺ ഈസ് ഗ്രേവ്. ഞാൻ ആരെയും സ്പൈ ചെയ്യണ്ട, ഇല്ല. അപ്പോൾ നിങ്ങളെ പോലെ സ്പൈ ചെയ്യണം ഒരു ഗ്രേവ് മിസ്റ്റേക്ക് ചെയ്യണം. അങ്ങനെയുള്ളൊരു യേശുവെ രക്ഷിച്ച് കൊണ്ടുപോകുമോ? ഇല്ല, ഒരിക്കലും കൊണ്ടുപോകില്ല. കിട്ടേണ്ട സമയത്ത് ശവപ്പെട്ടി വരെ അവർ സ്വീകരിക്കില്ല.